അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു. റാഹത്തിലുള്ള ജീവിതം തന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കടമില്ലാത്തവരായി ഇന്ന് സമൂഹത്തിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ കാണൂ. നമുക്കറിയാം, കടം എത്രത്തോളം നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കുമെന്നത്. എങ്ങനെയെങ്കിലും അത് വീട്ടിൽ കിട്ടിയാൽ മതിയെന്നായിരിക്കും ഏത് സമയവും നമ്മുടെ പ്രാർത്ഥനയും മനസ്സിനുള്ളിലെ ആവലാതിയും. അതിനായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച ഫലം ലഭിച്ചില്ലെന്ന് വരാം. എന്നാൽ ചിലർക്ക് അത് ലഭിച്ചെന്നും കാണാം. എങ്കിലും അതിൽ പറയുന്ന ഒരു മാർഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കോടികൾ തന്നെ കടമുണ്ടെങ്കിലും ഈ ചെറിയ സൂറത്ത് പതിവാക്കുന്നതിലൂടെ ആ കടങ്ങൾ മുഴുവൻ വീട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, സൂറത്ത് ഓതിയതിനു ശേഷം ഇരു കൈയും ഉയർത്തി അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ അവസ്ഥകളും കടങ്ങളും അള്ളാഹുവിനെ അറിയാത്തതല്ല. എന്നാലും അവനോട് കരഞ്ഞ് ദുആ ചെയ്യുക. ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചാൽ അള്ളാഹു തരാതിരിക്കില്ല. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. സൂറത്ത് ഏതാണെന്ന് നോക്കാം, എങ്ങനെയാണ് ഓതേണ്ടതെന്നും നോക്കാം. പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്തായ സൂറത്തു തഹ്രീം ആണ് നമ്മൾ ഓതേണ്ടത്. വെറും 12 ആയത്തുകൾ മാത്രമുള്ള വളരെ ചെറിയ ഒരു സൂറത്താണിത്. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ദിക്ർ ദുആകൾ ചെയ്തതിന് ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്ന് തന്നെ ഒന്നോടുകൂടി ഈ ചെറിയ സൂറത്ത് കൂടി ഓതി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുക. പ്രത്യേകിച്ചും കടം വീടുന്നത്. ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാവുകയും കടം വീടാനുള്ള മാർഗം നമുക്ക് വന്നു ചേരുകയുമൊക്കെ ചെയ്യുന്നതാണ്. ഇത് കടങ്ങൾ വീട്ടുന്നതിന് മാത്രമല്ല, രോഗിയായ ഒരു വ്യക്തിക്ക് രോഗശമനത്തിനും ഉറക്കക്കുറവുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കുന്നതിനും എല്ലാം ഉത്തമമാണ് ഈ സൂറത്ത് പതിവാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കുള്ള കടങ്ങൾ വീടാനും നമ്മുടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനും വേണ്ടി സൂറത്തു തഹ്രീമിനെ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ഈ ചെറിയൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ.